ക്കരയിലെ ടോൾ വിലക്ക് തുടരണമോ എന്നതിൽ തിങ്കളാഴ്ച തുടരും എന്ന് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുകയാണ് ഹൈക്കോടതിയിൽ നിന്ന്. ടോൾ വിലക്ക് തുടരാനാണ് തീരുമാനിച്ചത്. അഹമ്മദ് മുസ്തഫ വിവരങ്ങളുമായി ചേർന്നു. മുസ്തഫ, ഇന്നെന്താണ് ഉണ്ടായത് ഹൈക്കോടതിയിൽ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ഈ പരിശോധനാ റിപ്പോർട്ട് പൂർണ്ണമായും സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് കോടതി അറിയിച്ചൊരു സാഹചര്യത്തിലാണ് കോടതി ആ വിഷയത്തിൽ ഇപ്പോഴെന്തായാലും ചില പ്രശ്നങ്ങൾ കൂടി ഉണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ പരിശോധിക്കുന്നതിന് വേണ്ടി നാളേക്ക് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, നാളെ കൂടി ആ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം അന്തിമ തീരുമാനം ആ വിഷയത്തിൽ, പ്രത്യേകിച്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയുടെ നിരന്തര പരിശോധനയ്ക്ക് വരുന്ന വിഷയമാണ്. ആ ഹർജി എന്തായാലും ക്ലോസ് ചെയ്യാൻ ഹൈക്കോടതി ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അടിയന്തരമായ ഒരു ഇന്ററിം ഓർഡർ, ഒരു ഇടക്കാല ഉത്തരവുണ്ട്. പാലിയേക്കരയിലെ ടോൾ പിരിവ് നേരത്തെ വിലക്കിയിരുന്നു. ആ വിലക്ക് നീട്ടണോ അത് അതേപോലെ തന്നെ തുടരണോ എന്നൊരു കാര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട പരിഗണനാ വിഷയം. പ്രത്യേകിച്ച് ദേശീയപാത അതോറിറ്റി നിരന്തരം കോടതിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പാലിയേക്കരയിലെ ടോൾ വിലക്ക് സംബന്ധിച്ച ഉത്തരവ് മരവിപ്പിക്കണം. മാത്രമല്ല, വിലക്ക് തുടരാൻ കഴിയില്ല. റോഡിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. ഇതാ ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തി സാറ്റിസ്ഫാക്ടറി ആണ് എന്നുള്ള വാദമാണ് ദേശീയപാത അതോറിറ്റി കോടതിയിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പരിശോധനയിൽ അത്ര കണ്ട് പൂർണ്ണമായും, പ്രത്യേകിച്ച് ചില ഭാഗങ്ങളിലെ സർവീസ് റോഡുകൾ വേണ്ടത്ര ക്വാളിറ്റി ഇല്ലാതെയാണ് ഇപ്പോഴും ടാർ ചെയ്തിരിക്കുന്നത്. അൺഈവൻ സർഫേസസ് ഓഫ് ദ റോഡ് എന്നാണ് പറയുന്നത്. അതായത് റോഡിന്റെ ഉപരിതലങ്ങൾ കൃത്യമായി തന്നെ യഥാക്രമം ഒരു സമതല പ്രദേശങ്ങൾ കൃത്യമല്ല എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് വലിയ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ചെറുവാഹനങ്ങളും ഒക്കെ ഒരുമിച്ച് ഈ സർവീസ് റോഡുകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. സ്വാഭാവികമായും മുരിങ്ങൂർ ഉൾപ്പെടെയുള്ള തിരക്കേറിയ പ്രദേശങ്ങളിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. പോലീസിന്റെയും റിപ്പോർട്ട് അത് തന്നെയാണ്. ഇപ്പോഴും പൂർണ്ണമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹൈക്കോടതിയിൽ എന്തായാലും ഇന്ന് പരിഗണനയ്ക്ക് വന്നത്. സ്വാഭാവികമായും ജില്ലാ കളക്ടർക്ക് ആ റിപ്പോർട്ടിലൂടെ ഒന്നുകൂടി വളരെ വിശദമായി തന്നെ കടന്നു പോകേണ്ടതുണ്ട്, പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ വിഷയം നാളെ പരിഗണിക്കും. അതിനുശേഷം കൂടുതൽ വാദങ്ങൾക്ക് ശേഷം തിങ്കളാഴ്ച ആ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ദേശീയപാത അതോറിറ്റി ഓരോ സിറ്റിംഗിലും തങ്ങളുടെ ആവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതല്ലാതെ ഇപ്പോഴും അവർ റോഡിന്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ പരിഹരിക്കുന്നതിലേക്ക്, ഈ കമ്മിറ്റിയുടെ തൃപ്തി രേഖപ്പെടുത്തുന്നതിലേക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നിപ്പോഴും പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് കോടതിയിൽ കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. കോടതിക്കും ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. ഇന്നിപ്പോൾ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ഉൾപ്പെടെയുള്ള ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ചില പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കപ്പെടാനുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ എന്തായാലും നാളെ വിഷയം വീണ്ടും പരിഗണിക്കാം. അതിനുശേഷം തിങ്കളാഴ്ച ആ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇന്ററിം ഓർഡർ നീട്ടണോ അത് വെക്കേറ്റ് ചെയ്യണോ എന്നൊരു കാര്യത്തിൽ തിങ്കളാഴ്ച അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അജിത്, ശരി, എന്തായാലും കോടതി ഇക്കാര്യത്തിൽ വളരെ പ്രൊആക്റ്റീവായി ഇടപെടുകയാണ്.